ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് മൂന്നാറിലേക്ക് ഒരു ഷോർട്ട് ട്രിപ്പ് പോവാണ്. ഒരു 3 days ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ പൊള്ളാച്ചി റൂട്ട് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് മൂന്നാറിലേക്ക് പോവാണ്. ഞങ്ങൾ പൊള്ളാച്ചി റൂട്ട് കൂടെ പോയിട്ട് ആക്ച്വലി ഇപ്പോൾ കുറേ നാളായി. ഇപ്പോൾ റോഡ്സൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളി മെയിൻറ്റെയിൻഡ് ആണ്. നല്ലൊരു ട്രാവൽ റൂട്ടായിരുന്നു ത്രൂ പൊള്ളാച്ചി. മുമ്പൊക്കെ ഈ റൂട്ട് കൂടെ പോകുമ്പോൾ ഈ റൂട്ടിൽ മെയിൻ അട്രാക്ഷനായ ഒരു സംഭവമായിരുന്നു ഈ കാറ്റാടി വിൻമില്ലൊക്കെ. ഈ റൂട്ട് കൂടെ പോയ ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും. നമ്മൾ പൊള്ളാച്ചി വഴി കൂടെ പാലക്കാട് പൊള്ളാച്ചി റൂട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ പറ്റും. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ബംഗ്ലാവിലെ ഉള്ള റൂട്ടാണിത്. ഈ ബംഗ്ലാവ് ആക്ച്വലി ഒരു ടീ പ്ലാന്റേഷൻ്റെ സെൻറ്ററിലാണ്. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റും. മുകളിലൊരു ഗ്രീൻ കളർ റൂഫിങ് കാണുന്നത് അതാണ് ഞങ്ങളുടെ ബംഗ്ലാവ്. ഈ പോണ വഴി ഈ ഒരു ടീ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളൊരു റൂട്ടാണ്. ഇത് ആക്ച്വലി ഒരു ടോപ്പിലാണ് ബംഗ്ലാവ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടീ എസ്റ്റേറ്റിൻ്റെ ചുറ്റിയിട്ടാണ് നമ്മൾ ആക്ച്വലി ബംഗ്ലാവിലേക്ക് എത്തേണ്ടത്. ഈ റൂട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു റൂട്ടായിരുന്നു. അതേപോലെ ബംഗ്ലാവും ഈ ടീ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലായ കാരണം കൊണ്ട് നല്ലൊരു വ്യൂ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബംഗ്ലാവിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ബംഗ്ലാവ് വരുന്നത്. ഇതൊരു ആക്ച്വലി ഒരു ബ്രിട്ടീഷ് ടൈമിലുള്ള ബംഗ്ലാവ് ആണ്. ഒരു ഊട്ടി കൊടൈക്കനാൽ എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത് ഈ ബംഗ്ലാവിൽ. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റൂം. ഈ സൂട്ടിൻ്റെ പേര് മംഗോളിയൻ സൂട്ടായിരുന്നു. ഇത് ആക്ച്വലി ഭയങ്കര വലിയ റൂമാണ്. നമുക്കൊരു 3-4 ആൾക്കാർക്ക് സുഖമായിട്ട് ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ തന്നെ കാണാം സ്പേസ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. എക്സ്ട്രാ ബെഡ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ആക്ച്വലി ഒരു വ്യൂ വരുന്നത്. നമ്മുടെ റൂമിൽ നിന്ന് കാണുന്ന വ്യൂ ഇതാണ്. ഫുൾ ടീ എസ്റ്റേറ്റുള്ള മൗണ്ടൻസ് ആണ് നമുക്കുള്ള വ്യൂ ഉള്ളത്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതേപോലെ ഇതാണ് നമ്മുടെ ഗാർഡൻ വ്യൂ ഉള്ള റൂമാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ ഇതാണ് ബംഗ്ലാവിൻ്റെ ഗാർഡൻ വ്യൂ വരുന്നത്. ഇത് ആക്ച്വലി ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ഉള്ളൊരു ബംഗ്ലാവാണ്. അതേപോലെ ഇതിന് സ്റ്റേയും ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ റൂമിൽ ആക്ച്വലി എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ബെഡ്, വാർഡ്രോബ്, പിന്നെ നമ്മുടെ ലഗേജസൊക്കെ വെക്കാനുള്ള സ്പേസ്, അതുപോലെ നമുക്ക് TV ഉണ്ട്, എക്സ്ട്രാ ബെഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഫെസിലിറ്റീസ് ഉള്ള ഒരു റൂം തന്നെയായിരുന്നു. നമുക്കിപ്പോൾ ടീയും കോഫി അങ്ങനെ നമുക്ക് എല്ലാ ഹോട്ടൽസിൽ കിട്ടുന്ന പോലെ അങ്ങനെ ഒരു ഏരിയയും കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സം സ്നാക്സ് ആൻഡ് ഓൾ.
പിന്നെ ഇവിടുത്തെ വാഷ്റൂം എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു വാഷ്റൂമാണ്. ആക്ച്വലി ഒരു 2 വാഷ്റൂമിൻ്റെ അത്രയും വലുപ്പമുണ്ട്. ഞങ്ങളൊരു ലഞ്ച് ടൈമിലാണ് അവിടെ എത്തിയത്. 12 o'clock ചെക്ക് ഇൻ. ഇപ്പോൾ ലഞ്ച് അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആക്ച്വലി ഒരു ഡൈനിങ് ഏരിയ. അപ്പോൾ ഇവിടെ ഗസ്റ്റിനെല്ലാം സെർവ് ചെയ്യുന്ന ഡൈനിങ് ഏരിയ ഇതാണ്. പിന്നെ ഫുഡ് ആക്ച്വലി ഒരു ഹോംലി ഫുഡാണ്. നമുക്ക് ഇവരെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാസ്റ്റ് മെന്യൂസാണ്. നോൺ വെജ്, സൂപ്പ്, മീൻസ് സ്റ്റാർട്ടേഴ്സ് എല്ലാം ഉണ്ടാവും. ഭയങ്കര ഒരു നല്ലൊരു ഫുഡ് തന്നെയായിരുന്നു. വി എൻജോയ്ഡ് ദ ഫുഡ് റിയലി വെൽ. ഇതാണ് നമുക്ക് ലഞ്ചിന് തന്ന ഫുഡ്. ഇതിൽ പ്ലസ് ഡെസേർട്ടും പ്രൊവൈഡഡ് ആണ്. അങ്ങനെ ഒരു ഹോംലി ബട്ട് വെരി ലാവിഷ് ഫുഡായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ബംഗ്ലാവിൻ്റെ ഒരു വ്യൂ കാണാം. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ബംഗ്ലാവ്. അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ബംഗ്ലാവ് ആണ്. അതേപോലെ അതിൻ്റെ സറൗണ്ടിങ്സും കാണാം. ഇതേപോലെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഗാർഡൻ, ലോൺ ആൻഡ് അതിൻ്റെ വ്യൂ തന്നെ ഒരു ബ്രെത്ത് ടേക്കിംഗ് വ്യൂ ആണ്. ഈ ഒരു സ്റ്റേക്കേഷനിൽ ആക്ച്വലി നമുക്കൊരു ട്രെക്കിംഗ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടീ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ. അതിനുള്ള പാത്ത് വേ ഇതാണ്. ഇതിൻ്റെ താഴെ ആക്ച്വലി ടീ എസ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അവർ ട്രെക്കിങ്ങിന് ഒരു 6 കിലോമീറ്റർ സംതിങ് ട്രെക്കിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു 360 panoramic view of greenery, of mountains, of lush green tea estate. അത് കിട്ടുന്ന ഒരു ബംഗ്ലാവ് മൂന്നാറിൽ എനിക്ക് തോന്നുന്നത് ഈ തലയാർ വാലി ബംഗ്ലാവ് മാത്രമായിരിക്കുള്ളൂ. ഇത് അത്രയും ഒരു ബ്യൂട്ടിഫുൾ സീനിക് ഒരു ബംഗ്ലാവ് സ്റ്റേ ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെക്കൗട്ട് ചെയ്യണം. ഇന്ന് നമ്മളുള്ളത് ഇവിടെ തലയാർ വാലി ബംഗ്ലാവ് എന്ന് പറഞ്ഞ ഒരു മൂന്നാറിലെ ഏറ്റവും പ്രൈം പ്രോപ്പർട്ടി ആയ ഒരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ്. നമുക്കിത് ഫുൾ വ്യൂ കാണാം. ഒരു ടീ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് ഈ ബംഗ്ലാവ് സിറ്റുവേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത്. 360 വ്യൂ panoramic ടീ എസ്റ്റേറ്റ് വ്യൂ ആണ് ഇവിടെ ഉള്ളത്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ബംഗ്ലാവ് ആൻഡ് ആസ് സെഡ് ലൈക്ക് 1925 ഈ ഒരു ബംഗ്ലാവ് എസ്റ്റാബ്ലിഷ് ആയിട്ടിരിക്കുന്നത്. ബ്രിട്ടീഷേഴ്സ് ടൈമിലുള്ള ഒരു ബംഗ്ലാവ് ആണ്. ഈ പ്രോപ്പർട്ടി നമുക്ക് കാണാൻ പറ്റും. ഫുൾ ഗ്രീനറി ആൻഡ് ഫുൾ ഇങ്ങനെ ടീ എസ്റ്റേറ്റിൻ്റെ ഫുൾ ഗ്രീനറി വ്യൂ ആണ് ഇവിടെ ഉള്ളത്. ഇതാണ് ഞങ്ങളുടെ റൂമിലേക്കുള്ള ഒരു പാത്ത് വേ. നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു പാത്ത് വേ ആണുള്ളത്. ഇത് ആക്ച്വലി ഒരു കൊളോണിയൽ പീരീഡിൽ ഉണ്ടാക്കിയ ഒരു ബംഗ്ലാവ് ആണ്. അപ്പം അതിൻ്റേതായ ഒരു ആർക്കിടെക്ചറൽ ഇതൊക്കെ നമുക്ക് ഒരു കൊളോണിയൽ പീരീഡിൻ്റെ ആർക്കിടെക്ചറാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മളൊരു കോമൺ ഏരിയ വരുന്നത്. ഈ ഏരിയയിൽ ഗസ്റ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോമൺ ഒരു റൂം പോലെ ഒരു ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നല്ല അത്യാവശ്യം ഭയങ്കര സ്പേഷ്യസ് ആണ്. ഇത് എൻ്റെ മോൻ ആള് ഹീ ഈസ് വെരി ഹാപ്പി എൻജോയിങ് ദി സ്പേസ്
ആൻഡ് ഇതാണ് നമ്മുടെ ഒരു സ്നാക്സ് ഒരു ടീ കൗണ്ടർ സെക്ഷൻ. ടീ സെക്ഷൻസ് വരുമ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മൾ സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഏത് ഏരിയയിൽ പോയാലും അതിൻ്റെ ഒരു ഔട്ട്സൈഡ് വ്യൂ, അതൊരു ഭയങ്കര വ്യൂ ആണ്. ടീ കോഫിയുടെ കൂടെ അവർ സ്നാക്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഹോംലി മെയ്ഡ് സ്നാക്സ് ആണ്. ഈ ഒരു വ്യൂവിൽ ഇരുന്നിട്ട് ടീ കുടിക്കുന്ന ഒരു സുഖം, ഇറ്റ് ഈസ് ലൈക്ക് വർത്ത് ഇറ്റ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഗാർഡൻ ഏരിയ. അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻഡ് ഗാർഡനാണ്. നല്ല ലോണൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ഭയങ്കര സൂപ്പർ ഫോട്ടോസ് ആൻഡ് വീഡിയോസൊക്കെ കിട്ടും. ഇതെൻ്റെ സൺ ഹീസ് ലൈക്ക് വാക്കിംഗ് അറൗണ്ട്, റൂമിങ് അറൗണ്ട് ആൻഡ് എക്സ്പ്ലോറിങ് ഓൾ ദ ലിറ്റിൽ ബിറ്റ്സ് ദാറ്റ് ഹി കുഡ്. ഇത് ഞങ്ങളുടെ ബംഗ്ലാവ്, ഞാൻ പറഞ്ഞ പോലെ ഒരു കൊളോണിയൽ പീരീഡ് ടൈമിലുള്ള ബംഗ്ലാവാണ്. ഇതിൽ ഇതേപോലെ കുറേ മാപ്സും ഇതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാനായിട്ട്. പഴയ ഒരു മാപ്സ് അന്ന് ബ്രിട്ടീഷ് ടൈമിലൊക്കെ അവരുണ്ടാക്കിയതും അവർ അന്ന് പ്ലാൻ ചെയ്തതും ഒക്കെ അവരൊരു പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡാഡി എങ്ങനെയുണ്ട് ഈ സ്ഥലം? മമ്മിക്ക് ഇഷ്ടായ? ഡിന്നർ ടൈമിലും നല്ല ലാവിഷ് ഒരു ഫുഡാണ് അവർ പ്രിപ്പയർ ചെയ്തത്. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ എല്ലാ ടൈപ്പുള്ള ഫുഡുണ്ട്. ഇത് ഈസുകുട്ടൻ സ്വയമായിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഐ തിങ്ക് ഹി റിയലി ലവ് ദ ഫുഡ്. ഭയങ്കര സൂപ്പർ ഫുഡായിരുന്നു. അങ്ങനെ ഡേ 1 കംപ്ലീറ്റ് ആയി. ഇത് ഡേ 2 ആണ്. ഡേ 1 ഞങ്ങൾ ഫുൾ റെസ്റ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ ഈ ഒരു സ്പേസ് വിട്ടിട്ട് പോയിട്ടില്ല. ഇവിടെ തന്നെ ഈ ഒരു വില്ല തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. അങ്ങനെ ഡേ 2 ആയി. ഇത് ആക്ച്വലി ഞങ്ങൾ പോയതൊരു ഓഗസ്റ്റ് എൻഡ് ഈ ടൈമിലാണ് ഞങ്ങളിവിടെ
മൂന്നാർ വിസിറ്റ് ചെയ്യാൻ വന്നത്. അത് കാരണം കൊണ്ട് ഭയങ്കര ഒരു തണുപ്പല്ല, പക്ഷെ ഒരു 15 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരു തണുപ്പായിരുന്നു. എന്നാലും ഇറ്റ് ഈസ് വെരി പ്ലസൻറ്റ് കോൾഡ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതേപോലെ മോർണിംഗ് ഒരു വാക്കിന് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് ഈസക്കുട്ടനായിട്ട്. അങ്ങനെ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് വെരി കാം അറ്റ്മോസ്ഫിയർ. മൂന്നാറിൻ്റെ സെക്കൻഡ് ഡേ ആണിത്. അപ്പോൾ ഞങ്ങൾ ഇന്നാണ് ഒന്ന് മൂന്നാറൊക്കെ ഒന്ന് കറങ്ങാനായിട്ട് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ജീപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ജീപ്പിലായിരിക്കും ഞങ്ങളിന്ന് മൂന്നാറിലുള്ള കുറച്ച് സൈറ്റ് സീനൊക്കെ കാണാൻ പോകുന്നത്. മേജറായ സൈറ്റ് സീൻ, ജസ്റ്റ് ഒരു ഹാഫ് ഡേ വിസിറ്റാണ്. മോർണിംഗ് ഞങ്ങൾ ഒന്ന് ഇറങ്ങാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ഈവനിങ് ആവുന്നതിന് മുമ്പ് ലഞ്ച് ടൈം ആ ഒരു ടൈമിൽ എത്തുന്ന രീതിയിൽ ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം സെക്കൻഡ് ഡേ ഓഫ് മൂന്നാർ ഞങ്ങൾ മൂന്നാർ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. So after having a very healthy breakfast, we are heading out for a small trip in Munnar. ഞങ്ങളൊരു ജീപ്പ് റെൻറ്റ് ചെയ്തിട്ട് മൂന്നാർ കറങ്ങാൻ ഡിസൈഡ് ചെയ്തത് ആക്ച്വലി നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാനാണ്. കുറേ ടൈം നമ്മൾ വിചാരിക്കും ഇതുപോലെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും അധികം സൈറ്റ് സീനോ ഇതുപോലെ നമുക്ക് കാഴ്ച കണ്ട് എൻജോയ് ചെയ്ത് പോകുന്നത് ഭയങ്കര കുറവാണ്. അപ്പോൾ നമുക്ക് 3 പേർക്കും ഈസുകുട്ടനും സുഖമായിട്ട് എൻജോയ് ചെയ്ത് ഇരുന്ന് പോകാനും എല്ലാം കാഴ്ചകൾ കാണാനും, അതേപോലെ ജീപ്പിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ്. നല്ല പ്രത്യേകിച്ച് മൂന്നാർ അങ്ങനത്തെ ഒരു ഏരിയയിലൊക്കെ നമ്മൾ പോകുമ്പോൾ ആ ഒരു തണുപ്പും അതൊക്കെ നമുക്ക് ആ ജീപ്പിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ഫീലൊക്കെ കിട്ടുള്ളൂ. അതുപോലെ നമുക്ക് റിലാക്സ് ചെയ്ത് ഒരു ടെൻഷൻ ഇല്ലാതെ നമുക്ക് ട്രാവൽ ചെയ്ത് പോകാനും നമുക്ക് പറ്റും. അത് കാരണമാണ് ഞങ്ങൾ ജീപ്പ് ട്രാവൽ സെലക്ട് ചെയ്തത്. അതുപോലെ ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ വ്യൂ ഔട്ട്സൈഡ് ദ പ്ലേസ് വെയർ വി വർ സ്റ്റേയിങ്.
മൂന്നാറിൽ ആക്ച്വലി ഇതെൻ്റെ സെക്കൻഡ് വിസിറ്റാണ്. ബട്ട് ഫസ്റ്റ് വിസിറ്റ് ഞങ്ങൾ പോയത് കൊലുക്കുമലയിലേക്കാണ്, വേറെ പ്ലേസിലല്ല. അതൊരു പോസ്റ്റ് വെഡിങ് ഷൂട്ടിനാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ മൂന്നാറായിട്ട് ഞാൻ കറങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് പറയാം, ആക്ച്വലി എൻ്റെ ഫസ്റ്റ് മൂന്നാർ വിസിറ്റാണ്. അതേപോലെ ഡാഡിയുടെയും മമ്മീൻ്റെയും ഇസുക്കുട്ടൻ്റെയും ഇത് ഫസ്റ്റ് മൂന്നാർ വിസിറ്റാണ്. ഞാൻ പല ടീ പ്ലാന്റേഷനുള്ള ഏരിയസിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ മൂന്നാർ പോലെ ഒരു എക്സ്പീരിയൻസോ ആ ഒരു വൈബ് നമുക്ക് മൂന്നാറിൽ മാത്രം കിട്ടുള്ളൂ. നമ്മൾ ആ ഒരു ടീ പ്ലാന്റേഷൻ ഫോർ ലൈക്ക് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് അത് നമുക്ക് കിട്ടുന്നത് മൂന്നാറിൽ മാത്രമാണ്. അത് വെരി ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. നമ്മളത് ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്തേ പറ്റുള്ളൂ. ഞങ്ങൾ മൂന്നാറിൽ നമ്മൾ കറങ്ങാനായിട്ട് പോയ സ്ഥലം ബൊട്ടാണിക്കൽ ഗാർഡൻ, പിന്നെ അതേപോലെ റോസ് ഗാർഡൻ, എക്കോ പോയിന്റ്, അങ്ങനെ ഒരു കുറച്ച് ലൊക്കേഷൻസിലാണ് ഞങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അത് നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു. അതേപോലെ നമ്മൾ കുറച്ച് ഷോപ്പിംഗ്, ഇപ്പോൾ മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ്, അതേപോലെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, അതൊക്കെയാണ് ഞങ്ങളും പർച്ചേസ് ചെയ്തത്. നമുക്ക് ക്രൗഡ് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ടൈം ആക്ച്വലി അത്രയൊരു ടൂറിസ്റ്റ് ടൈമല്ല, എക്സാം ടൈംസൊക്കെയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഭയങ്കര റഷല്ല. പക്ഷെ എന്നാലും നമുക്കെല്ലാം സ്ഥലത്ത് ടൂറിസ്റ്റ് അത്യാവശ്യമുണ്ട്. ഇത് ആക്ച്വലി നല്ല പീരീഡ് തന്നെയായിരുന്നു. പിന്നെ അതുപോലെ മാട്ടുപ്പെട്ടി ഡാം, അതും ഞങ്ങൾ വിസിറ്റ് ചെയ്തു. ഇതാണ് മൂന്നാർ ടൗൺ. ഇത് അത്യാവശ്യം നല്ല വലിയൊരു ടൗൺ തന്നെയാണ്. കുറേ കടകളും അതുപോലെ കുറേ ജീപ്പാണ് ഇവരുടെ ഒരു ഹൈലൈറ്റ്. എനിക്ക് തോന്നുന്ന എല്ലാ ടൂറിസ്റ്റും ഓഫ് റോഡിനൊക്കെ യൂസ് ചെയ്യുന്ന ജീപ്പാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഓഫ് റോഡിൽ പോയില്ല, ബട്ട് ജീപ്പിൻ്റെ ഒരു ട്രാവൽ നല്ലതായിരുന്നു. അതേപോലെ ഇവിടെ അത്യാവശ്യം ഷോപ്സ് ഉണ്ട്, കുറേ ചോക്ലേറ്റ് ഷോപ്സ്, അതേപോലെ നമ്മൾ ഈ സ്വെറ്റേഴ്സ് അങ്ങനത്തെ ഒക്കെ കിട്ടുന്ന ഷോപ്സും എല്ലാം ഉള്ള ഒരു ടൗൺ തന്നെയാണ്. എരവിക്കുളം നാഷണൽ പാർക്ക് മൂന്നാർ. ഇത് ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, മൂന്നാറിലേക്ക് വരുമ്പോൾ എന്തായാലും എരവിക്കുളം നാഷണൽ പാർക്കിൽ എപ്പോഴെങ്കിലും നമ്മൾ പോകണമെന്ന്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഒരു നാഷണൽ പാർക്കാണിത്. ഈ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ നമുക്കൊരു ബസ് സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ബസ് സർവീസിൽ ഇരുന്നിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു ഏരിയ, ഈ എരവിക്കുളം നാഷണൽ പാർക്ക് നമുക്ക് വ്യൂ ചെയ്യാനുള്ളത്. ഇവിടെ എന്ന് പറയുന്നത് ഭയങ്കര ഫോഗും ഒരു പ്രത്യേക തരമുള്ള തണുപ്പായിരുന്നു ഈ ഒരു ഏരിയയിൽ. അതേപോലെ ഇവിടെയും ഫുൾ ടീ പ്ലാന്റേഷൻസ് തന്നെയാണ്. ബസ് സർവീസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ബസ് സർവീസ് ഉണ്ട്. നമുക്കധികം വെയിറ്റിങ്ങോ ഇതൊന്നും ആവശ്യമില്ല. ഇതിൽ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ഒരു ട്രാവൽ റൂട്ട് തന്നെയാണ്. അത് നമ്മൾ എവിടെയും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ.
പിന്നെ ഇവിടെ സർപ്രൈസ് ഉള്ളത് ഈ ഒരു വാട്ടർഫോളാണ്. ഈ വാട്ടർഫോളിൻ്റെ തൊട്ട് മുമ്പിലാണ് നമുക്ക് അവർ ബസ് നിർത്തിയിട്ട് നമുക്കൊരു വ്യൂ ടൈം തരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഡേ 2 മൂന്നാർ ട്രിപ്പിന് ശേഷം ഞങ്ങൾ ഒരു 3 o'clock ആയപ്പോൾ അവിടെ എത്തി. ലഞ്ച് ഇതേപോലെ പറഞ്ഞ പോലെ അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഡേ 3 ഓഫ് മൂന്നാർ അങ്ങനെ എത്തി. ഞങ്ങൾ ഈ ഡേയിലാണ് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യുന്നത്. മോർണിംഗ് ഒരു വ്യൂ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. പ്രത്യേകിച്ച് ഒരു ചൂട് കോഫിയോ അല്ലെങ്കിൽ ചൂട് ടീ വെച്ചിട്ട് ഇങ്ങനെ ഒരു വ്യൂ കൂടെ നടക്കുക, ഇങ്ങനെ ഒരു ഗാർഡൻ കൂടെ നടക്കുക എന്ന് നമ്മൾ എപ്പോഴും വിചാരിക്കുമല്ലോ. ആ ഒരു വൈബാണ് എനിക്ക് ഈ ഒരു ബംഗ്ലാവിൽ കിട്ടിയത്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതിന്റെ പിന്നിൽ ഉള്ളതാണ് നമ്മുടെ ബംഗ്ലോ, തലയാർ വാലി ബംഗ്ലോ. എങ്ങനെയുണ്ട് ബംഗ്ലോ സ്റ്റേ? നല്ല സ്റ്റേ. ടീ എസ്റ്റേറ്റിന്റെ ഉള്ളിലാണ് ഈ ബംഗ്ലോ സിറ്റുവേറ്റഡ്. ഇതിന്റെ ഇപ്പോൾ ഈ വ്യൂ കാണിച്ചു തരാം. ഈ ബംഗ്ലാവിന്റെ തൊട്ട് പിന്നിലാണ് നമുക്ക് കാണാൻ പറ്റും ടീ എസ്റ്റേറ്റ്സ് ഒക്കെ ഉള്ളത്. ഫുൾ ഒരു 360 വ്യൂ ഓഫ് ടീ എസ്റ്റേറ്റ് ആണ് നമുക്ക് തലയാർ വാലി ബംഗ്ലാവിലുള്ളത്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ വ്യൂ. ഇങ്ങനെ ഒരു റിസോർട്ടോ ഇങ്ങനെ ഒരു സ്റ്റേ മൂന്നാറിൽ ഒരു പ്ലേസിലും ഇല്ല. അത്രയും ഇവിടുത്തെ എങ്ങനെയുണ്ട് സ്റ്റേ ഒക്കെ? ഇവിടെ നോക്കുകയാണെങ്കിൽ അന്ന് മുതലേ സുഖമായിട്ടുള്ള ജീവിതമായിരുന്നു. 3 ദിവസം കുളിതറിഞ്ഞില്ല. പ്രകൃതി രമണീയമായ ഈ അന്തരീക്ഷത്തിൽ ശുദ്ധമായ ഓക്സിജൻ ലഭിച്ച് നാൽഭാഗം ചുറ്റുഭാഗവും മലകളും അത് നല്ല ഭംഗിയായിരുന്നു. വളരെ സുന്ദരമായ അന്തരീക്ഷമായിരുന്നു. സന്തോഷകരമായ അന്തരീക്ഷത്തിൽ അങ്ങനെ കഴിഞ്ഞുപോയി. മമ്മിക്ക് എന്ത് തോന്നുന്നു? താമസിക്കുന്ന സ്റ്റേ ചെയ്യുന്ന ബംഗ്ലാവിലെ ചുറ്റു സൈഡും മലകളാണ്. ഏത് സൈഡിലും മലകൾ കാണാം, പിന്നെ ചായലത്തോട്ടങ്ങൾ കാണാം. അങ്ങനെ 3 days മൂന്നാർ ട്രിപ്പ് ഞങ്ങൾക്ക് ഒരു ഭയങ്കര മെമ്മറബിൾ ആയ ഒരു ട്രിപ്പ് തന്നെയായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. ഡാഡി, മമ്മി, ഞാൻ, ഈസുക്കുട്ടൻ എല്ലാവരും എൻജോയ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ എൻജോയ് ചെയ്തത് ഈസുക്കുട്ടനാണ്. കാരണം ആൾക്ക് ഭയങ്കര ഒരു സ്പേസ് ആയിരുന്നു. ഓടി നടക്കാനും കളിക്കാനും നല്ലൊരു സ്പേഷ്യസ് ഒരു ഏരിയ ആണ്. അപ്പോൾ ആൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതേപോലെ ഞങ്ങൾ കാറിൽ ഡ്രൈവ് ചെയ്ത് വന്നതും എല്ലാം ഒരു നല്ലൊരു സ്മൂത്ത് ട്രിപ്പായിരുന്നു. Thank you Talayar Valley Bungalow for organizing such a beautiful memory, such a beautiful trip for us. ഈ ഒരു സ്റ്റേ പാക്കേജിൻ്റെ കൂടെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയി തന്ന തലയാർ ടീ ഫാക്ടറി വിസിറ്റ് ഓൾസോ വാസ് വെരി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്.